പിന്നെ ഇന്നും പറയുന്നത് കേട്ടു വി.ഡി. സതീശൻ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ 1.5 വർഷം കൊണ്ട് ഗവൺമെന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം വയനാട്ടിൽ ഞങ്ങൾ 4 മാസം കൊണ്ട് ചെയ്തില്ലേ. എത്ര ഈ നിർലജ്ജവും നിർദ്ദയവുമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ അവാസ്തവ പ്രസ്താവനകൾ നടത്തുന്നത്. ഇതൊക്കെ കേരളത്തിലെ മനുഷ്യരല്ലേ കാണുന്നത്? ഇവരെയൊക്കെ ഇരുകാലികളായിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ കാണുന്നത്. എന്തൊരു മര്യാദ കിട്ട നടപടിയാണ് അദ്ദേഹം പറയുന്നത്. കുന്നമ്മന്റെ പഞ്ചായത്തിലെ ഒരു കാര്യങ്ങളും പഞ്ചായത്ത് ഓഫീസിൽ നീക്കിയിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇലക്ട്രോണിക് മീഡിയ മുഴുവനും ഇന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൈരളിയല്ല പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്നിട്ട് പറയാണ് ഞങ്ങൾ 4 മാസം കൊണ്ട് എല്ലാം ചെയ്തെന്ന്. ഫെബ്രുവരി കഴിഞ്ഞ മാസം 26-നല്ലേ അതിന്റെ കല്ലിട്ടത്. ഇപ്പൊ കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്നില്ല എന്നതടക്കമാണ് ന്യൂസ് ചാനലുകൾ കാണിക്കുന്നത്. എന്നിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അല്ല, എത്ര രൂപ പിരിച്ചു എന്ന് CPM-നോട് പറയേണ്ടതില്ല എന്നൊക്കെ പറയുന്ന അത്തരം ധാർഷ്ട്യം എന്തുകൊണ്ടാണ്? ജനങ്ങൾക്കറിയണ്ടേ? അല്ല, അവരുടെ കയ്യിൽ പൈസ പിരിച്ചു എന്നുള്ള വസ്തുതയാണ്. അതിൽ ധാർഷ്ട്യമില്ല. പൈസ പിരിച്ചു എന്നുള്ള വസ്തുതയാണെന്നേ. പക്ഷേ അത് പുട്ടടിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. അത് പറയാൻ കഴിയില്ലല്ലോ. CPM അത് പുറത്തു കൊണ്ടുവരും. അങ്ങനെ പുട്ടടിച്ചു എന്നുള്ള ജനങ്ങൾ അറിയുന്നത് മോശമല്ലേ? അതാണ് പ്രശ്നം. പക്ഷെ കാര്യമില്ല. ഇത് നിങ്ങൾ ആ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ, അത് വിനിയോഗിച്ചില്ലെങ്കിൽ, അത് ബന്ധപ്പെട്ടവർ, അത് CPIM ആയാലും മറ്റിടത് പാർട്ടികളായാലും മാധ്യമങ്ങളായാലും അത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരും. അത് പൗരബോധത്തിന്റെ പ്രശ്നമാണ്. കാരണം അത്ര വലിയൊരു തകർച്ച നേരിട്ട പ്രദേശമാണ് വയനാട്ടിലെ ആ ഭൂപ്രദേശം. 2 പ്രദേശങ്ങൾ. അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടായിട്ട് അതിന്റെ പേരിൽ പണമടിച്ചു മാറ്റുക എന്നുള്ളതല്ലാതെ നിങ്ങൾ അവിടെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മാണം നടത്തിയിട്ടില്ല എന്നുള്ളത് വലിയ തട്ടിപ്പ് തന്നെയാണ്. അത് പൗരബോധത്തിന്റെ പേരിലെങ്കിലും പുറത്തു വരേണ്ടതുണ്ട്. മറ്റൊരു കാര്യത്തിന്റെ പേരിലല്ലെങ്കിലും ആ പൗരബോധത്തിന്റെ പേരിൽ പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ്, അതിന് പുറകെ നിൽക്കേണ്ടി വരുമെന്നേ. അപ്പൊ അതിൻ്റെ അകത്ത് CPM-നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഓടി രക്ഷപ്പെടാനേ കഴിയില്ല. കാരണം ഇത് കേരളമാണ്. ഇവിടെ മെച്യൂർഡ് വോട്ടർമാരാണ് ഉള്ളത്. എന്താണ് ഇവിടെ നടക്കുന്നത്? എങ്ങനെയാണ് ഭരണം നടക്കുന്നത്? ആരൊക്കെയാണ് തട്ടിപ്പ് നടത്തുന്നത്? എന്തൊക്കെയാണ് കൊള്ള നടക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.